കൂർക്ക കൊണ്ട് ഉണ്ടാക്കുന്ന കറികൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. കൂർക്ക ഉപയോഗിച്ച് പലതരത്തിൽ നമ്മൾ കറികൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന കൂർക്ക കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. ഒരു കുക്കറിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ 1/2 കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കൂർക്ക ആഡ് ചെയ്യാം. വലിയ കൂർക്കയാണെങ്കിൽ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. 1 കപ്പ് കൂർക്കയാണ് ആഡ് ചെയ്തത്. പരിപ്പ് എടുക്കുന്നതിന്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ കൂർക്ക ചേർത്ത് കൊടുക്കണം. എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവൂ. അടുത്തതായി ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, ഉപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് വെള്ളവും ഒഴിച്ചു കൊടുക്കണം. പരിപ്പും കൂർക്കയും മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം കുക്കർ അടച്ച് 1 വിസിൽ വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. എടുക്കുന്ന കുക്കറിനും അതുപോലെ പരിപ്പിനും അനുസരിച്ച് വേവാനെടുക്കുന്ന ടൈമിൽ വ്യത്യാസമുണ്ടാകും. കുക്കറിൻ്റെ പ്രഷർ പോകുന്ന ടൈം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 2 ചുവന്നുള്ളിയും 1 പച്ചമുളകും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പരിപ്പും കൂർക്കയും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കറി നന്നായി തിളച്ച് അരപ്പൊന്ന് വെന്ത് വരണം. ഈ ടൈമിൽ ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. 2 മിനിറ്റ് കറി തിളച്ച് അരപ്പ് വെന്ത് വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കറിയിലേക്ക് കടുക് വറുത്തിടാം. ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. കറിക്ക് എരിവ് കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കറിയിലേക്ക് ആഡ് ചെയ്ത് ഒരു 10 മിനിറ്റ് കറി മൂടി വെക്കണം. പരിപ്പും കൂർക്കയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്